ഫ്രീസറിൻ്റെ ഉള്ളിൽ മഞ്ഞ മല പോലെ ഐസ് കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതേപോലത്തെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ തന്നെ ഒരു 5 മിനിറ്റ് തികച്ചെടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഐസ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് കറണ്ട് ഒരുപാട് ചിലവാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതായത് എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജാണ്, അത് പുതിയൊരു ഫ്രിഡ്ജ് അതിനെക്കൊണ്ട് തന്നെ അത്രത്തോളം ഐസ് ഇല്ല. അത് ക്വാർട്ടേഴ്സിൽ ഇവിടുത്തെ ഫ്രിഡ്ജാണ് കേട്ടോ. വീട്ടിലെ ഫ്രിഡ്ജിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഞാൻ മുന്നൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഐസ് ഇങ്ങനെ കുന്നുകൂടി കിടക്കും കേട്ടോ. ഇതിൽ ഇത്രത്തോളം മുകൾ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുക, ഒരു കത്തി എടുത്തിട്ട് അത് കുത്തിപ്പോക്കുകയാണ് ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ സാധാരണയായിട്ട് ചെയ്യൽ ചെറിയ ചൂടുവെള്ളത്തിൽ തുണി മുക്കിയിട്ട് അതിങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പക്ഷേ അതിലും കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ ഇത്. വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളെ ഫ്രിഡ്ജിലെ ഡീഫ്രോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ അത് കുറേ സമയം വേണം ഈ ഒരു ഐസൊക്കെ ഒന്ന് ഉരുകി വരാൻ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ കറണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ചിലവാകും. ഈ ഒരു ബട്ടണാണ്, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ കുറേ സമയം എടുക്കും ഈ ഒരു ഐസൊക്കെ ഒന്ന് ഉരുകി സെറ്റായിട്ട് വരാൻ. അപ്പോൾ കുറേ സമയം എടുക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് തികച്ചില്ലാതെ തന്നെ ഐസ് മൊത്തമായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ വാരെടുക്കുന്ന രീതിയിൽ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീസറിൻ്റെ ഡോറായാലും നല്ല രീതിക്ക് തന്നെ അടയ്ക്കുക. ഫ്രിഡ്ജിൻ്റെ ഡോറും ഫ്രീസറിൻ്റെ ഡോറും നന്നായിട്ട് അടഞ്ഞിട്ടില്ലെങ്കിൽ എയർ കയറിയിട്ട് ഐസ് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് തടയാൻ വേണ്ടിയിട്ടുള്ള ആ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ തൈരിൻ്റെയോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡബ്ബ എടുക്കുക. പ്ലാസ്റ്റിക് തന്നെ എടുക്കണം. ഇനി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു 3 സ്പൂണോളം പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പുണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സ്പൂൺ മാത്രം മതി. അതിൻ്റെ അടിഭാഗം ഒന്ന് ഫില്ല് ചെയ്യുന്ന അത്രയും രീതിയിൽ, അടിഭാഗത്ത് എല്ലാ രീതിയിലും ഇഴലയുടെ എത്തുന്ന രീതിയിൽ അത്രയും ഉപ്പ് മതി. എന്നിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുക്കുമ്പം എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അതല്ല ഇതേപോലത്തെ ഒരു ബലൂൺ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫിറ്റായിട്ട് കിടക്കും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ കവറാകുമ്പോൾ അത് നമുക്ക് കെട്ടൊക്കെ വേണ്ടേ, ഇതാകുമ്പം ഇങ്ങനെ ഫിറ്റായിട്ട് കിടന്നോളൂ. എന്നിട്ട് ഒരു പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ദൈവത കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിന് മെയിനായിട്ട് ഇങ്ങനെ ഒരു ഐസ് ഇങ്ങനെ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഐസ് കട്ട പിടിക്കുന്ന താൽക്കാലികമായിട്ട് നീക്കം ചെയ്യേണ്ടത് മാത്രമാണ്. നമ്മൾ ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് വീണ്ടും ഇതേപോലെ തന്നെ ഐസ് കട്ടയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻസറിന് കേട് വരുന്നത് മൂലമാണ് ഇങ്ങനെ ഐസ് കട്ടയാവുന്നത്. അതിനെക്കൊണ്ട് തന്നെ അതിൻ്റെ തെർമോസ്റ്റാറ്റ് മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതാ നമ്മൾ ഹോൾസ് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുവാണെങ്കിൽ ഐസൊക്കെ അതിൻ്റെ മുകളിൽ എത്രത്തോളം ഐസ് കട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്കൊക്കെ ഐസ് ഉള്ളവർക്കാണെങ്കിൽ അത് മുഴുവനായിട്ടും വരും കേട്ടോ. ഇതിപ്പോൾ കുറച്ചുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാവരും പറയും ഈ ഒരു ഉപ്പ് വെച്ചാൽ ഒന്നായിട്ട് ഫ്രിഡ്ജ് തുരുമ്പ് പിടിച്ച് കേടായി പോകും. ഫ്രിഡ്ജ് തുരുമ്പ് പിടിക്കില്ല. കാരണം ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത് അലൂമിനിയാണ്. അതൊരിക്കലും തുരുമ്പ് പിടിക്കില്ല കേട്ടോ. അപ്പം ഉപ്പ് വെക്കുന്നതിനെ കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഉപ്പ് നമ്മൾ ഒരു ദിവസം മുഴുവനായിട്ടൊന്നും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് തികച്ച് നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്ത് വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പ് നമ്മളിത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വിതറോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ചെറിയൊരു പാത്രത്തിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ ശരിക്കും അടഞ്ഞിട്ടില്ലെങ്കിൽ കറണ്ട് ബില്ലും നല്ല രീതിക്ക് കൂടും. പിന്നെ ഈ ഒരു മാർഗ്ഗം സ്വീകരിക്കുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലോ കാര്യങ്ങളോ ഒന്നും ആവില്ല. പിന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രിഡ്ജ് ഒരിക്കലും ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെച്ചിട്ട് മാത്രം ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഇത് സ്വീകരിക്കുന്ന കറണ്ട് ബില്ല് ചിലവാക്കില്ല. നമ്മൾ ഡിഫോസ്റ്റ് ബട്ടണൊക്കെ ആണെങ്കിൽ കറണ്ട് നല്ലോണം പോകും. പിന്നെ നമുക്ക് ഈ ഒരു കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ചെറിയൊരു പീസ് എടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും കത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുക. ചെറിയ വര ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീര് വരും. ആ ഒരു നീരാണ് നമുക്ക് ഐസ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്. വീട്ടിലെന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ മൊത്തം
മൊത്തം ഐസാണ്. നമുക്കൊന്ന് കൈ ഇടാൻ പോലുള്ള സ്ഥലം അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അപ്പം ഉപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഐസൊക്കെ മാറ്റിയ ശേഷം ഇതേപോലെ ഉരുളക്കിഴങ്ങാണ് ചെയ്ത് കൊടുക്കാറ്. ഏകദേശം 2 ആഴ്ച വരെ ഒന്നും ഐസ് അത്രത്തോളമായിട്ടൊന്നും വരില്ല കേട്ടോ. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചെയ്യണം. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഐസിൻ്റെ അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെന്തായാലും ഒന്ന് ആരെങ്കിലും ഒന്ന് ഇതിൻ്റെ ആളെ കാണിച്ചിട്ട് അത് മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ ഒരു നീര് വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഫുള്ളായിട്ടൊന്ന് ഈ ഒരു നീരൊന്നാക്കി കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഐസ് കട്ട പിടിക്കില്ല കേട്ടോ. കട്ട പിടിക്കാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു നീര് എല്ലാ ഭാഗത്തൊന്ന് ആക്കി കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം കുന്നുകൂടി കിടക്കുന്ന പോലെ ഫ്രിഡ്ജിൽ ഒരിക്കലും ഐസ് കട്ടയാവില്ല കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. 2 ആഴ്ച വരെയൊക്കെ ഈ ഒരു നീരിനെ നമുക്ക് ഐസ് കട്ട പിടിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ ഭാഗത്തൊന്നും ആക്കി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.